മരുമകനെ മന്ത്രിസഭയിൽ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ സഖാവ് പിണറായി വിജയൻ തല പുകഞ്ഞ് ആലോചിച്ചു, ഒറ്റയ്ക്ക് ആലോചിച്ചു. പിന്നെ അന്ന് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന സഖാവ് വിജയരാഘവനുമായിട്ടും ആലോചിച്ചു. മുതിർന്ന നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം മരുമകനാണല്ലോ, അപ്പോൾ കൊള്ളാവുന്നൊരു വകുപ്പ് കൊടുക്കട്ടെ. സാധാരണഗതിയിൽ ഈ ചെറുപ്പക്കാർ മന്ത്രിമാരാകുമ്പോൾ അവർക്ക് സ്പോർട്സ്, യുവജനക്ഷേമം അങ്ങനെയുള്ള ചീള് സാധനങ്ങളാണ് കൊടുക്കുക. ഇതങ്ങനെ ഒരു വെറും ചെറുപ്പക്കാരനല്ലോ. ഇദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ല, കേരള മഹാരാജാവിൻ്റെ ഒരേ ഒരു മകളുടെ ഭർത്താവാണ്. അപ്പോൾ അതിനൊത്ത ഒരു വകുപ്പ് കൊടുക്കും. അങ്ങനെ ആക്കവും തൂക്കവും നോക്കി വന്നപ്പോൾ കിട്ടിയത് മരാമത്ത് വകുപ്പാണ്. നല്ല വകുപ്പാണ്. 10 പുത്തനുണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനും സൗകര്യമുള്ള വകുപ്പാണ്. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംഗതിയാണ്. വെറുതെ ഇരുന്നാൽ മതി, കൈ നനയാതെ മീൻ പിടിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് മരാമത്ത് വകുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. മരാമത്ത് മാത്രം പോരല്ലോ, ഈ ഐസ്ക്രീമിൻ്റെ പുറത്ത് ചെറി വെക്കുന്ന പോലെ ഒരു അഡീഷണലായിട്ടൊരു വകുപ്പ് കൂടി കൊടുക്കണം. ഗ്ലാമറുള്ള വകുപ്പായിരിക്കും. മരാമത്ത് മന്ത്രി എന്ന് വെച്ചാൽ ഇബ്രാഹിം കുഞ്ഞ് അല്ലെങ്കിൽ ജി സുധാകരൻ അങ്ങനെയുള്ള പേരുകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതുപോലെ വെറും മത്ത് വകുപ്പല്ല വേണ്ട, ഒരു ഗ്ലാമറുള്ള വകുപ്പ്. അപ്പോൾ ഗ്ലാമറുള്ള വകുപ്പ് ഏതാണെന്ന് നോക്കിയപ്പോൾ ഗ്ലാമറുള്ള ഒരു വകുപ്പ് ഉന്നത വിദ്യാഭ്യാസമാണ്. അത് വിജയരാഘവൻ സഖാവ് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തു. പിന്നെ നോക്കിയപ്പോൾ കൊള്ളാവുന്ന വകുപ്പ് എന്ന് പറഞ്ഞാൽ ടൂറിസം വകുപ്പാണ്. നല്ല സ്കോപ്പാണ്. ആ ടൂറിസത്തിൽ ഇപ്പോൾ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സമയമാണ്. അതിൻ്റെ വികസനം, ഇതിൻ്റെ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് പണം ധാരാളം പൊലിക്കുന്ന ഒരു വകുപ്പാണ്. അത് മാത്രമല്ല, വിദേശ യാത്രയ്ക്ക് നല്ല സ്കോപ്പുണ്ട്. മരാമത്ത് മന്ത്രിയായി കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഓരോ ദിവസവും കോട്ടും സൂട്ടൊക്കെ വലിച്ചു കയറ്റി പാരീസിലേക്ക് പോകാം, ആംസ്റ്റർഡാമിലേക്ക് പോകാം, വിയന്നയിലേക്ക് പോകാം, പിന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകാം, കാൻബറയിലേക്ക് പോകാം, എവിടേക്ക് വേണമെങ്കിൽ പോകാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും വലിയ വിലക്കൊന്നും ഉണ്ടാവില്ല. കാരണം ടൂറിസം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണല്ലോ. കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള വിദേശ നാണ്യം കിട്ടുന്ന വകുപ്പാണ് ടൂറിസം. അങ്ങനെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വിവിധ വിദേശ രാജ്യങ്ങളിൽ പോകാനും സെൽഫി എടുക്കാനും ഒക്കെ അവസരം കിട്ടുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് മരുമകന് കൊടുത്ത രണ്ടാമത്തെ പ്രധാന വകുപ്പ് എന്ന് പറയുന്നത് ടൂറിസമാണ്. പിന്നെ ചില ലൊട്ടിലൊടുക്ക് സാധനങ്ങളെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. അങ്ങനെ മരുമകൻ മരാമത്ത് വലത് കയ്യിലും ടൂറിസം ഇടത് കയ്യിലും പിടിച്ച് സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കൊല്ലം കഴിഞ്ഞ് 5-ാം കൊല്ലത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ വരുന്നു ഒരു ടാങ്ക്. ഈ ടാങ്ക് എപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ വരാം. ഇതുവരെ ആളുകളെ വെറുപ്പിക്കുക മാത്രം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വീണ ജോർജിന് പെട്ടെന്നാണല്ലോ ഈ മെഡിക്കൽ കോളേജിൻ്റെ മതിലിടിഞ്ഞ് വീണ് ആളടിയിൽ പോകുന്ന പോലത്തെ സംഭവം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റിയാസിനും സംഭവിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഈ ടൂറിസം പ്രൊമോഷന് വേണ്ടി വടക്കേ ഇന്ത്യയിൽ നിന്ന് ക്ഷണിച്ചു കൂട്ടുന്ന ഒരു വനിത, ഒരു സുന്ദരി എന്ന് പറയുക കൂട്ടുശ്ശേരി, അവർ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തുന്ന ആളായിരുന്നു അത്ര. അപ്പോൾ ഇവരെ ഡൽഹിയിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതിൻ്റെ ചിലവ് കംപ്ലീറ്റ് നമ്മുടെ സർക്കാരാണ് വഹിച്ചത്. അവർ ഇവിടുത്തെ തീന് കൂടി താമസം അതും സർക്കാരാണ് വഹിച്ചത്. അവരെന്നിട്ട് സർക്കാരിന് വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കൊച്ചി കപ്പൽശാല പോലെ അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലെ ജൂത സിനഗോഗ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുത്ത് പാകിസ്ഥാൻ അയച്ചു. സോ സിമ്പിൾ. ചിലവ് ഖജനാവിൽ നിന്ന് അതിൻ്റെ പ്രവൃത്തി ഗുണഫലം കിട്ടുന്നത് നമ്മുടെ സഹോദര രാജ്യമായ, നമ്മുടെ സുഹൃത്ത് രാജ്യമായ, ഇടയ്ക്കിടയ്ക്ക് ആതങ്കവാദികളെ ഇങ്ങോട്ട് അയച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന, ഇവിടെ ബോംബ് വെച്ച് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ തൊട്ട അയൽ രാജ്യമായ പാകിസ്ഥാൻ. അങ്ങനെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ചെറിയ ഉപകാരം ചെയ്തു എന്നാണ് ഇപ്പോൾ ശത്രുക്കൾ പറയുന്നത്. റിയാസ് പറയുന്ന പുള്ളി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യില്ല എന്നാണ്. എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. റിയാസ് അറിഞ്ഞുകൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ചാരവൃത്തിക്കൊന്നും കൂട്ടുനിൽക്കുന്ന ആളല്ല. പക്ഷേ കഷ്ടകാല സമയത്ത് ഇങ്ങനെ സംഭവിക്കും. ഈ ചാകാനിടുന്ന ചെത്തുകാരൻ വീഴാൻ നിന്ന തെങ്ങുമ്പോൾ പോയി കയറി എന്ന് പറയും. അല്ലെങ്കിൽ കഷ്ടകാല സമയത്ത് ശരീരത്തിൽ ഒരു അവയവം പാമ്പായിട്ട് കൊത്തി എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ആർക്ക് എപ്പോഴെങ്കിലും സംഭവിക്കാവുന്ന അതുപോലത്തെ ഒരു അപകടമാണ് ഇപ്പോൾ മരുമോന് പറ്റിയിട്ടുള്ളത്. പുള്ളി വടക്കേ ഇന്ത്യയിൽ നിന്ന് ക്ഷണിച്ചു കൂട്ടുന്ന യൂട്യൂബർമാരിൽ ഒരാളുടെ ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനി എത്ര പേരുണ്ട് നമുക്കറിയില്ല. ഒരാൾ സംഗതി വശാൽ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തുന്ന വ്യക്തിയാണ്. ചാരവൃത്തി നടത്തിയാലും കുഴപ്പമില്ല, ഇത് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ മാന്യ മഹതിയെ പോലീസ് പിടികൂടി, NIA പിടികൂടി. അവരെ ചോദ്യം ചെയ്യുകയും ഭേദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇവിടെ ചില പുങ്കവന്മാർ വിവരാവകാശ നിയമം കൊടുത്ത് ഈ ജ്യോതി മൽഹോത്രയുടെ സകല ജലവും ഉപയോഗിച്ചത് കേരള ഗവൺമെൻറ്റാണ്,
നമ്മുടെ മഹത്തായ ടൂറിസം വകുപ്പാണ് എന്ന കാര്യം കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. മരുമകനൊന്നും വലിയ വിഷയമല്ല, പുള്ളിയൊന്നും ഗവനിച്ചിട്ടില്ല. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പുള്ളിയെ മന്ത്രിസഭയിൽ നിന്ന് പിരിച്ചുവിടാൻ പിണറായി വിജയന് പറ്റില്ലെന്ന് പുള്ളിക്കറിയാം. കാരണം മകളുടെ ഭർത്താവാണ്. വേറെ ഏതെങ്കിലും ഡാക്കിടൂക്ക സഖാവാണെങ്കിൽ പിരിച്ചുവിടാം, പണ്ട് സജി ചെറിയാനെ പറഞ്ഞു വിട്ട പോലെ, അല്ലെങ്കിൽ മുമ്പ് ഇ പി ജയരാജനെ വിട്ട പോലെ വിടാം. പക്ഷേ ഇത് വെറും പാർട്ടി സഖാവല്ലല്ലോ, വെറും സഖാവ് റിയാസല്ല, മകൾ വീണയുടെ ഭർത്താവാണ്. അത് രണ്ടാം കെട്ടാണ്. ഇനിയിപ്പോൾ പറഞ്ഞു വിട്ടാൽ മൂന്നാമതൊരു കെട്ട് കെട്ടാൻ ചിലപ്പോൾ ആളെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തൊണ്ടയിൽ പുഴുത്താൽ വിഴുങ്ങല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞ പോലെ മരുമകൻ മന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ചാരവൃത്തിയല്ല, എന്ത് വൃത്തിയായാലും പുള്ളിക്ക് കുഴപ്പമില്ല. അതൊക്കെ ഒരു വൃത്തിയാണ്, ഒരു വെടിപ്പാണ്, ആ ഒരു മൊഞ്ചാണ്, സീനത്താണ് എന്നാണ് പുള്ളിയുടെ വിചാരം. ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ ചാരവൃത്തിയാണെങ്കിലും ടൂറിസം ആണെങ്കിലും ജില്ലായിട്ട് നടക്കട്ടെ. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.